ഇവിടെ ഇപ്പൊ തണുപ്പ് -11 ആണ് കേട്ടോ. -11 നമ്മൾ ഈ കുന്തളിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിർഭാഗ്യവശാൽ സ്പൂൺ എടുക്കാൻ മറന്നുപോയി. പിന്നെ വല്ലവന് പുല്ലും ആയുധം അല്ല, വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴുള്ളൊരു ഒരു വെപ്രാളവും ഒരു ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിയറസ്റ്റ് പ്ലേസ് നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് നപ്പാക്കി എടുക്കാം. ഇതൊക്കെ വൃത്തിക്ക് ഒക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ണെത്തുന്നിടത്ത് കൈ എത്തുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാരും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, കൈയൊന്നും അങ്ങോട്ട് വഴങ്ങുന്നില്ല. മിക്കതും ഞാനിവിടെ കോച്ചി പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. ആരും പേടിക്കണ്ട, ഒരു കമ്പ. ഇതൊക്കെ വൃത്തിക്ക് ഒക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ണെത്തുന്നിടത്ത് കൈ എത്തുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാരും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ല മഞ്ഞുള്ള സമയത്ത് ഏതെങ്കിലും ഒരു മുക്കിലും മൂലയ്ക്കും പോയിട്ട്, അല്ലെങ്കിൽ ഒരു ലേക്ക് സൈഡ്. ഇപ്പോൾ ഇവിടെയുള്ള ലേക്കെല്ലാം ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ലേക്കാണ് എന്ന് പറഞ്ഞ് കാണിച്ചാലും നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നണില്ല. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ വെക്കേഷൻ ടൈമിൽ കസിൻസ് എല്ലാം കൂടിയിട്ട് കൊച്ചുപേരെ കെട്ടി കളിക്കും. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരായിരിക്കും. അച്ഛൻ, അമ്മ, കുട്ടികൾ, ടീച്ചർ, സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേയൊക്കെ വലുതാകുമ്പോൾ നമ്മൾ ഒറിജിനൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചരല് ആയിരിക്കും, ചിലപ്പോൾ അരി, അങ്ങനെ പച്ചിലകളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഒരു നൊക്ലാജിയൊക്കെ എനിക്കിപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഗ്രീൻ ടീ പാക്കറ്റാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണോന്ന്. ഒരിക്കലുമല്ല, ഒരു രസത്തിന് എടുത്തുന്നേ ഉള്ളൂ. ചായ മാത്രം വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ കറുവാപ്പട്ടയും ജിഞ്ചറും, അതാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. നല്ല സുഖമുണ്ട് കുടിക്കാൻ. പോർക്കാണ് എടുത്തേക്കുന്നത്. പോർക്ക് കഴുകി വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് തന്നെ തുടങ്ങാം. നല്ല കത്തിയായിരുന്നു. എന്താ മുറിയാത്തതാണോ എനിക്ക് ബലം കൊടുക്കാൻ പറ്റാത്തതാണോ എന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. കഴുകിയതാ കത്തി. ഇതിലിപ്പോൾ കുറച്ച് മഞ്ഞ് വീണിട്ട് മഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉരുകി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ട്വിസ്റ്റ് എന്താണെന്നറിയാവോ ഗൈസ്, ഞാൻ ഇത് ഇളക്കാനായിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല. ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് പെപ്പർ ഇടുന്നുണ്ട്. നല്ല നെയ്യുള്ള പോർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും എടുത്തിട്ടില്ല. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ലിക്വിഡ് സ്മോക്ക്. ആരോ ഡോഗിനെ നടത്തിച്ചതിലേ പോകുന്നുണ്ട് ഗൈസ്. അതുപോലെ എല്ലാം കട്ടി പിടിച്ചു. കുറച്ച് സോയ സോസ്, അതുപോലെ കുറച്ച് ഓയിസ്റ്റർ സോസ്. ഓയിസ്റ്റർ സോസൊക്കെ ഓൾറെഡി ഭയങ്കര തിക്കാണ്. അതിൻ്റെ കൂടെ എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം.
കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം. നമുക്ക് സ്ഥലം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴുള്ളൊരു ഒരു വെപ്രാളവും ഒരു ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിയറസ്റ്റ് പ്ലേസ് നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് നപ്പാക്കി എടുക്കാം. എന്തായി നോക്കാം. നമ്മുടെ ഫോർക്ക് ഒന്നും ആയിട്ടില്ല, ക്ഷമയില്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ കൈയൊക്കെ നിങ്ങൾക്ക് കാണാവോന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ നീര് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗ്ലൗ ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ നിങ്ങളെ വെറുതെ ഞാൻ ഇരിക്കുന്ന ചുറ്റുപാടുകളൊന്ന് കാണിക്കാം. കണ്ടോ? പത്ത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം തണുപ്പ് -11 ആണ് കേട്ടോ. -11 നമ്മൾ ഈ കുന്തളിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വെജീസ് ഇട്ട് കൊടുക്കാം. താഴെ പോവാതെ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, ബട്ട് യുനോ കൈയൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടുവന്ന വെജീസിൽ തന്നെ കുറേ ഒന്നും ഞാൻ എടുത്തിട്ട് തന്നെ ഇല്ല. ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പറ്റുന്നില്ല അതാണ്. സോ അതങ്ങനെ കിടന്ന് സെറ്റാവട്ടെ. ഞാൻ നിർഭാഗ്യവശാൽ സ്പൂൺ എടുക്കാൻ മറന്നുപോയി. പിന്നെ വല്ലവന് പുല്ലും ആയുധം അല്ല, വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെറുതായിട്ട് ഇളക്കാൻ പാകത്തിന് ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്നേക്കുവാ. ഇവിടെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതിൽ നിന്ന് ഇട്ട ഒരു കൂണോ ഒരു ക്യാരറ്റോ എങ്കിലും കഴിച്ചില്ലെങ്കിലും മോശമല്ലേ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം മുമ്പൊന്ന് ചൂടാക്കി എടുക്കാം കമ്പ്. ഇനി ഇത് കണ്ട് ഇങ്ങനെയൊന്നും അല്ലടേ ഇതെന്നൊക്കെ പറയുന്നവര്, എനിക്കറിയാം ഇത് ഇങ്ങനെയൊന്നും അല്ല, ഞാൻ ഉദ്ദേശിച്ചതും ഇത് ഇങ്ങനെയൊന്നും ആക്കാനല്ലായിരുന്നു. സാഹചര്യം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം തീർന്നു തുടങ്ങി. ബട്ട് നമ്മളിവിടെ ഇതിനകത്ത് ഇട്ട എല്ലാ സാധനങ്ങളും നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ചേലൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. കാണാമോ? നല്ല ഭംഗിയുണ്ട് കാണാൻ.